പിതൃശൂന്യപരമായ നിന്റെ പരാമർശവും പ്രവൃത്തിയും നമ്മെ വല്ലാതെ ഹേർട്ട് ചെയ്ത് ഇരിക്കുകയാണ്. ഇനി ഇതൊക്കെ നാം മറന്നാലും നമ്മുടെ കോടിക്കണക്കിന് ഭക്ത ജനങ്ങൾ മറക്കുമെന്ന് നീ വിചാരിക്കേണ്ട. അയ്യപ്പനോട് ഉണ്ടല്ലോ മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാണ് നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നത്. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുമെന്നാണ് ഈ പറയണ കാര്യം. ഇത്രയും ബോധക്കേടുള്ള മനുഷ്യർക്ക് ഒരു അമ്പലമൊക്കെ പണിത് കൊടുത്താൽ കാശ് വീഴും. ഇത്രയുള്ളന്നേ ബോധക്കേടാണത്. അപ്പൊ അതുകൊണ്ട് ജയിലിൽ ഒരു അമ്പലം പണിയാനുള്ള ഏർപ്പാട് ചെയ്യും. വത്സ സണ്ണി, നീ മറന്നുപോയൊരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. അതായത് വർഷങ്ങൾക്ക് മുമ്പേ നീ നമ്മുടെ കൂടെ നിന്ന സമയത്ത് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദര തുല്യനായ കർത്താവിന്റെ കൂടെ നീ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആശയ പ്രശ്നം കൊണ്ടായിരിക്കുമല്ലോ, പോട്ട് അവിടെങ്കിലും ഒന്ന് ഗതി പിടിച്ച് കണ്ടാ മതിയെന്ന്. എന്നാൽ നീ എന്താണ് ചെയ്തത്? നിനക്ക് ജോലി കിട്ടാൻ വേണ്ടി കർത്താവിനെ പറ്റിച്ചിട്ട് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ പ്രശ്നം ആശയമല്ല ആമാശയം ആണെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ വന്നല്ലേ, നിന്നിട്ട് ഇങ്ങനെ നിന്ന് പിഴച്ച് പോട്ടെ. പക്ഷെ നീ ഇവിടെ ഇരുന്നോണ്ട് തന്നെ എന്താണ് വത്സ ചെയ്യുന്നത്? വത്സ, നിന്നെ പോലെ പിതൃശൂന്യന്മാർ ഇതല്ല ഇതിനപ്പുറം ഭാവിയിൽ പറയുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ രാജ്യവും കൊട്ടാരവും എല്ലാം നാം ഉപേക്ഷിച്ചിട്ട് ഈ മലമുകളിൽ വന്ന് താമസിക്കുന്നത്. അവിടെയും നീയൊന്നും എനിക്ക് ഒരു സ്വസ്ഥത പോലും തരത്തില്ലെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയെ എന്നെ നീ കളത്തിലേക്ക് ഇറക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ഗപ്പ് മേടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ സനിമോനെ, പണി വരുന്നുണ്ട്.